കായിക ഭാരതം ഉഷയെയും നമ്പ്യാരെയും ഒരിക്കലും വേറിട്ട് കണ്ടിരുന്നില്ല. ഉഷയോടുമ്പോൾ ദൃശ്യമല്ലാത്ത സാന്നിധ്യമായി നമ്പ്യാരുടെ മനസ്സും ഒപ്പമോടി. മെഡലുകളിലേക്ക് ഉഷ കുതിക്കുമ്പോൾ പാഴായി പോകാത്ത തന്റെ പ്രയത്നങ്ങളിൽ ഈ മനുഷ്യൻ അഭിമാനിച്ചു. 14.5 വർഷം ഞാൻ ഉഷയെ ട്രെയിൻ ചെയ്തു. 14.5 years. ഈ 14.5 വർഷം ഉഷയുടെ ആരെങ്കിലും തോൽപ്പിച്ചോ? സാധിച്ചില്ല. എന്താ കാരണം? അത്രയും ഞാൻ ഇൻറ്റൻഷലി ഐ വാസ് വർക്കിംഗ് വിത്ത് പി ടി ഉഷ. അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഉഷ വന്നിരിക്കുന്നത്. പോട്ടെ 14.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എത്ര വർഷം? 23. ഉഷയുടെ റെക്കോർഡ് ആരെങ്കിലും ബ്രേക്ക് ചെയ്തു? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഈ ഫീൽഡിൽ ആരും വർക്ക് ചെയ്തിട്ടില്ല. ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടുന്ന ആളാണ് നമ്പ്യാർ. ഒരു യഥാർത്ഥ ഗുരുനാഥനുള്ള അംഗീകാരമായിരുന്നു അത്. പിൽക്കാലത്ത് മറ്റു പലരും ഈ അവാർഡ് ഏറ്റുവാങ്ങിയെങ്കിലും ദ്രോണാചാര്യ ഏറ്റുവാങ്ങിയ ഏറ്റവും അർഹമായ കരങ്ങൾ നമ്പ്യാരുടേതായിരിക്കും. ദ്രോണാചാര്യ അവാർഡിനൊരു കാരണമുണ്ട്. ഒരു റീസൺ ഉണ്ട്. ഒരു ഇന്ന കാരണം കൊണ്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. 2 മെഡലെങ്കിലും ഒരു ഇൻ്റർനാഷണൽ മീറ്റിൽ ഒരു അത്ലറ്റിന് കിട്ടണം. ഒരു കോച്ച് ട്രെയിൻ ചെയ്തിട്ട്, ഒരേ കോച്ച് ട്രെയിൻ ചെയ്തിട്ട്. അതാരാ ഇന്ത്യയിലുള്ളൂ? പി ടി ഉഷ പണ്ട് 8ാം ക്ലാസ് മുതൽക്ക് ഞാൻ ട്രെയിൻ ചെയ്തതല്ലാണ്ട് ഉഷ മാത്രമല്ല, വന്ദന റാവു, പത്മിനി, ഇങ്ങനെ കുറേ അത്ലറ്റ്സ് ഉണ്ട്. അങ്ങനെ ട്രെയിൻ ചെയ്തു എന്നല്ലാണ്ട് ഇപ്പം ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത് എത്രയാണ്? വെറുതെ കൊടുക്കുമ്പോഴാണ് കൊടുക്കുന്നത്. 2 ആൾ പറഞ്ഞാൽ ഹീ ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യ അവാർഡ്. അതൊരു ശരിയല്ല. ഞാനുള്ള സമയത്ത് 85 എനിക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡാണ് എനിക്ക് കിട്ടുന്നത്. ആ കിട്ടാനുള്ള അർഹതയുള്ള ഏത് കോച്ചാണുള്ളത്? ഉഷയ്ക്ക് ശേഷം ഒരു 5 കുട്ടികളെ ട്രെയിൻ ചെയ്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. ദേ വെയർ പേയിങ് മണി. കൗൺസിൽ ഉടനെ പറഞ്ഞു, എന്തിനാ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നോക്കുന്നത്? കൗൺസിൽ നോക്കും, ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് കൗൺസിലിലേക്ക് കൊണ്ടുവന്നു. കൗൺസിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടും അവർക്ക് ട്രെയിനിങ് തന്നില്ല. ഞാൻ കാശ് അടക്കുകയും ചെയ്യണം കേരള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ. മാസാന്തം ഞാനിങ്ങനെ കാശ് അടയ്ക്കാൻ തുടങ്ങി. അവരോ 40 രൂപ അവർ തരാമെന്ന് പറഞ്ഞത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ 75 രൂപയാക്കി. അതെനിക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് 5 കുട്ടികളെ ഞാൻ വിടേണ്ടി വന്നത്. ആ 97,000 രൂപ ഇപ്പോൾ എനിക്ക് തരാനാണ് കൗൺസിൽ. അതിനെപ്പറ്റി യാതൊരു ചിന്തയും കൂടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയെ കണ്ടു, സ്പോർട്സ് മിനിസ്റ്ററെ കണ്ടു, ആരും അതിനെപ്പറ്റി ഇൻട്രസ്റ്റഡ് ഇല്ല. സാമ്പത്തികമായി എനിക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത്. ഉഷയായിട്ടല്ലത്. ഉഷകളുടെ സമയത്ത് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടവും ഇല്ലായിരുന്നു. ആരും ഒന്നും ചെയ്തിട്ടില്ല. ഉഷയ്ക്ക് ഭക്ഷണമുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണവും കോച്ചസിന് ഭക്ഷണവും കൂടി തന്നിട്ടില്ല. ഞങ്ങൾ പേ ചെയ്ത് താമസിക്കണം. റെൻറ്റഡ് ഹൗസിൽ താമസിച്ചിട്ടാണ് ഉഷയെല്ലാം പഠിപ്പിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഉഷയ്ക്ക് ശേഷം ഒരു 5 കുട്ടികളെ സെലക്ട് ചെയ്തിരുന്നു ഞാൻ. അതിന് എന്നെ ഏറ്റവും സഹായിച്ചത് വി-ഗാർഡ് വളരെയധികം സഹായിച്ചു. അവരെ ഭക്ഷണം, അവരെ യൂണിഫോം. ഞാൻ ഒരു പൈസക്കുള്ള കഷ്ടപ്പാട് കാണാഞ്ഞത് വി-ഗാർഡ് ഞങ്ങളെ സ്പോൺസർ ചെയ്തതിന് ശേഷം. അല്ലാതെ വേറെ ആരും ഇന്ന് സ്പോർട്സിന് വേണ്ടി സഹായിച്ചിട്ടില്ല. ഗവൺമെൻറ് സഹായിച്ചിട്ടില്ല. ഗവൺമെൻറ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാന്നുള്ളത് എന്നെ സഹായിച്ചിട്ടില്ല. ലോകത്തിന്റെ മുന്നിൽ ഉഷയെത്തിയത് ഉഷയുടെ കഴിവും ഭാഗ്യവും കൊണ്ടാണെന്ന് സമർത്ഥിക്കുന്നവരുണ്ടാകാം. ഒരു മികച്ച അത്ലറ്റായി ഉഷയെ ഒരുക്കിയെടുക്കാൻ നമ്പ്യാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പരിശ്രമശാലിയായ ഒരു പെൺകുട്ടിക്ക് ലഭിച്ച പ്രയത്നശാലിയായ പരിശീലകനായിരുന്നു ഈ മനുഷ്യൻ. ഇത് ഒരു ഉഷ മാത്രമൊന്നുമല്ല, 7 നാഷണൽ അവാർഡ് വിന്നേഴ്സാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത കുട്ടികളല്ല 7 കുട്ടികൾ വന്നിരിക്കുന്നത്. ഒരു കുട്ടി അഞ്ചാൽ പോരാ, അതെങ്ങനെയോ ഭാഗ്യത്തിൽ വന്നുപോയി എന്നല്ല. ഉഷ ഓഫ് കോഴ്സ് ഭാഗ്യം തന്നെ നല്ല വന്നു. ബാക്കിയുള്ള കുട്ടികളല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്താ പറയുന്നത് വെച്ചാൽ, അവർ അവഗണന മാത്രമല്ല, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് സ്പോർട്സ്. ഇപ്പം തന്നെ 2 പേര് പോയില്ലേ ഒളിമ്പിക്സിൽ പോയിട്ട് ഒളിമ്പിക്സ് കാണാൻ പോയിരിക്കുന്നത്. എന്തിന്? വന്ന ഉടനെ പറഞ്ഞു, ഞങ്ങൾ ഫോറിൻ കോച്ചസിനെ ഇറക്കും ഇന്ത്യയിൽ. ഫോറിൻ കോച്ചസ് എന്തിനിറക്കാൻ? ഈ പത്മിനി തോമസും വന്ദന റാവും പി ടി ഉഷയെല്ലാം ബാംഗ്ലൂർ ട്രെയിൻ ചെയ്യുമ്പോൾ റഷ്യൻ കോച്ച് അവിടെ 3 മാസം വർക്ക് ചെയ്തു. 3 മാസം വർക്ക് ചെയ്തിട്ട് ഒരു 0.1 സെക്കൻഡ് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ട്രെയിനിങ് കൊടുത്തതിൻ്റെ ആ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഉക്രൈൻ കോച്ചസ് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർ ഡ്രഗ്സ് ഇറക്കി. ഡ്രഗ്സ് കൊടുത്തിട്ട് കുട്ടികൾക്ക് അവർക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് വേണ്ടേ. ഈ ഫോറിൻ കോച്ചസിന് എന്താ വേണ്ടത്? ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം. അവർക്ക് 3 ലക്ഷം ഗവൺമെൻറ് സാലറി, എയർ കണ്ടീഷൻഡ് റൂം, എല്ലാ സഹായങ്ങളും. ഞങ്ങൾക്ക് താമസിക്കാനുള്ള കോച്ചസിന് താമസിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ടോ ഇതുവരെ? അല്ലെ ഒരു 10 രൂപ അലവൻസ് ആയിട്ട് ജാസ്തി തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല. അതിൽ ഈ ഫോറിൻ കോച്ചസോട് എന്താ ഇഷ്ടം? അവരെന്ത് റിസൾട്ട് ഉണ്ടാക്കി? ഏതെങ്കിലും ഒരു കുട്ടിയുടെ റിസൾട്ട് പറഞ്ഞിട്ട് അതിനുള്ള സങ്കടമില്ലായിരുന്നു. വിമർശനങ്ങളിലും പരിഹാസങ്ങളിലും മാത്രമല്ല, തെറ്റിദ്ധാരണയിലും വേദനിച്ചിട്ടുണ്ട് ഈ മനസ്സ്.
ശരിയല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. നമ്പ്യാർ എന്തായിരുന്നു എന്ന് കാലം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നതാണ് സമാധാനം. ഈ 14.5 വർഷവും ഞാൻ ഉഷയെ ട്രെയിൻ ചെയ്ത് 14 അഫയേഴ്സ് വേദനയോട് കൂടി തന്നെയാണ് ചെയ്തത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാറില്ല. ഉഷയെ ഞാൻ തന്നെ കൊണ്ടുപോകണം എല്ലാ സ്ഥലത്തും, ഉഷയെ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഈ സ്പോർട്സ് ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബ്ലേസർ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഉഷ ഫസ്റ്റ് വരുമ്പോൾ ഉഷ ഒരു സമയം പല സമയത്തും പല ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. ഉഷ തന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഉഷ ഈ ഹെഡിൽസ് ഓടുന്ന സമയത്ത് നമ്മൾ സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. സാന്ദ്ര റെയിൽവേയിലുള്ള ചെറുപ്പത്തിലാണ്, പാലായിലോ കൊല്ലത്തോ എന്നറിയില്ല, ഓടുന്ന സമയത്ത് 100 മീറ്റേഴ്സ് ഹഡിൽസ് ഓടണം. ഉഷ ഫൈനലിൽ വന്നു, സാന്ദ്ര തോമസ് വന്നു ഫൈനൽസിൽ. ഉഷ അപ്പോൾ സാന്ദ്ര തോമസിൻ്റെ ഫാദർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് ട്രെയിനിങ് ആണ്, എന്താണ് എൻ്റെ മകൾക്ക് എന്ത് കൂടി കൊടുക്കാം? ഞാൻ വേഗം ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഉഷ അവളെ സ്റ്റാർട്ട് കുറച്ചും കൂടെ ഉഷാറാക്കിയാൽ. എന്നിട്ട് സ്റ്റാർട്ട് പറഞ്ഞ് പഠിപ്പിച്ചു. തിരിച്ചു വരും ഉഷ എന്നോട് ചോദിക്കുക, സാർ ഞങ്ങൾ രണ്ടാളും ഫൈനൽസിൽ ഓടുന്നതല്ലേ, സാറെന്തിനാ ആ കുട്ടിക്ക് പോയിട്ട് എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ജയിക്കുകയുള്ളൂ. ഓടി ഉഷ ജയിച്ചു. അതുപോലെ സ്പോർട്സ് നമ്മൾ എത്രത്തോളം സത്യം എപ്പോഴും വിൻ ചെയ്യും. സ്നേഹസമ്പന്നനായ ഭർത്താവും വാത്സല്യനിധിയായ അച്ഛനുമായിരുന്നു നമ്പ്യാർ. കുടുംബകാര്യങ്ങളിൽ ബദ്ധശ്രദ്ധാലുവായിരുന്നിട്ടും കായിക രംഗത്ത് ഉയർന്നു വരാൻ കഴിവുണ്ടായിരുന്ന മകന് പിന്തുണയേകാൻ, മാർഗം തെളിച്ചു കൊടുക്കാൻ ഈ പിതാവിന് കഴിഞ്ഞില്ല. നമ്പ്യാരുടെ സ്വകാര്യമായ വലിയ ദുഃഖമാണത്. ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. എൻ്റെ വൈഫാണ്. ഞാൻ 1960 കല്യാണം കഴിച്ചത്. ഞാൻ അന്ന് എയർഫോഴ്സിലായിരുന്നു. എൻ്റെ സിസ്റ്റർ കല്യാണവും എൻ്റെ കല്യാണവും ഒന്നിച്ചാണ് നടന്നത്. എനിക്ക് 4 കുട്ടികളുണ്ട്. മൂത്ത മകൻ റെയിൽവേയിലാണ്, രണ്ടാമത്തെ ആൾ ബിസിനസ്സാണ്, മൂന്നാമത്തെ ആൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ്, നാലാമത്തെ എൻ്റെ മകളാണ്. മകളെ കല്യാണം കഴിച്ചത് എൻ്റെ നെവ്യൂവിൻ്റെ മരുമകൻ തന്നെയാണ് കല്യാണം കഴിച്ചത്. പ്രൊഫഷനായി കായിക മേഖലയെ നമ്പ്യാർ തിരഞ്ഞെടുക്കുന്നത് സാമ്പത്തിക നേട്ടം ഉന്നം വച്ചായിരുന്നില്ല. ആരോഗ്യം ക്ഷയിക്കും വരെ പുതുപ്രതിഭകളെ കണ്ടെത്തി അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പരിശീലകന്റെ റോളിൽ തുടരണം, അതാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ നമ്പ്യാരുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയപ്പെടാതെ പോകുന്നു. പലയിടത്തും തിരസ്കരിക്കപ്പെട്ടു പോകുന്നു. ഇപ്പം തന്നെ സ്പോർട്സ് ഞാൻ എല്ലാ സ്ഥലത്തും ഉദ്ഘാടനം ചെയ്യാൻ പോകണം, സമ്മാനം കൊടുക്കാൻ പോകണം. ഞാൻ അതിനെല്ലാം ഒബ്ജക്ഷൻ ഇല്ല. എനിക്ക് ആയിക്കോട്ടെ, വെരി ഗുഡ് നെയിം. പക്ഷേ അതേ സമയത്ത് ഞാൻ സ്കൂളുകളിലെല്ലാം പോയി, ഞാൻ ഇവിടെ പെർമനൻ്റായിട്ട് വർക്ക് ചെയ്യാം, എനിക്ക് സാലറി വേണ്ട. ഞാൻ വളരെ കഷ്ടപ്പെട്ടില്ല. ഞാനിവിടെ വരും, പക്ഷേ അതിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ആ വഴി ഉണ്ടാക്കണം. ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. എനിക്കത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ ചെയ്യാം. ഞാനിപ്പം വെറുതെ ഇരിക്കല്, ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ട് എത്രയോ കഷ്ടപ്പെട്ട് ഫീൽ. ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് അത്ലറ്റ്സ് ഉണ്ടാകുന്നത്? പിന്നെ ഇപ്പോഴുള്ള മോശം എന്താ വെച്ചാൽ ഫണ്ടമെൻ്റലായിട്ട് ആരും പഠിപ്പിക്കുന്നില്ല. ഒരു കുട്ടി ഫസ്റ്റ് വന്നാൽ ആ കുട്ടിയെ ഓടിക്കുക ചെയ്യുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആ ബേസിക്കായിട്ട് ലോങ് ജമ്പ് എന്ന് വെച്ചാൽ ലോങ് ജമ്പിനുള്ള പെർട്ടിക്കുലർ ട്രെയിനിങ് ഉണ്ട്, ആ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഒരു സ്പ്രിൻ്ററാണെന്ന് വെച്ചാൽ ഹൈനി ആക്ഷൻ വേണം, അതിനുള്ള എക്സസൈസുകളെല്ലാം ചെയ്യിച്ചിട്ട് സ്പ്രിൻറ്റിങ്ങിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ആരും ഇപ്പം ചെയ്യുന്നില്ല. ഈ സംഗതികളിൽ ചെയ്യാൻ എന്നെ സമ്മതിക്കാത്തത് കൊണ്ടെന്നല്ലാതെ എനിക്കതിൽ ഇപ്പോഴും വളരെ ഇൻട്രസ്റ്റാണ് ചെയ്യാനും ചെയ്യിക്കാനും. അതിനുള്ള ആ സാധ്യത എനിക്കുണ്ട്. ഞാൻ ആരും ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഗവൺമെൻറ് മാക്സിമം ഇൻട്രസ്റ്റ്. ഞാൻ 2-3 തവണ സ്പോർട്സ് കൗൺസിലിൽ പോയതാണ്, ചെയ്തില്ല. ഞാൻ വെരി മച്ച് ഇൻട്രസ്റ്റഡ് സ്പോർട്സ് ചെയ്യണം എന്നുള്ള. പക്ഷേ എത്രത്തോളം ഈ മരിക്കുന്നവരെ എങ്ങനെ ഓടാൻ സാധിക്കും അത് ഞാൻ ചെയ്യും.